14-ാം നൂറ്റാണ്ടിൽ തടി കൊണ്ട് നിർമ്മിച്ച കൊട്ടാരം പലതവണ തകർക്കപ്പെടുകയും 1897-ൽ നിർമ്മാണം ആരംഭിച്ച ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിനാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത്. 1912-ൽ പണി പൂർത്തിയാക്കിയ ഈ കൊട്ടാരം ഹിന്ദു രജപുത്ര ഗോതിക് ഇസ്ലാം വാസ്തുവിദ്യയുടെ സങ്കരരൂപമാണ്. ഇന്ന് മൈസൂർ കൊട്ടാരം താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. മൈസൂർ കൊട്ടാരം 400 വർഷത്തിലേറെ നീണ്ടുനിന്ന ഓടയാർ രാജവംശത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. കൊട്ടാരത്തിനുള്ളിലെ കല്യാണ മണ്ഡപം, ദർബാർ ഹാളുകൾ, സ്വർണ്ണ സിംഹാസനം എന്നിവ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്. കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യയും അതിനുള്ളിലെ ചുമർ ചിത്രങ്ങളും ഓരോ കാഴ്ചകളും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുട്ടോ. 1399 മുതൽ 1947 വരെ ഏകദേശം 6 നൂറ്റാണ്ടോളം വോഡയാർ രാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിൽ മൈസൂർ രാജ്യം ഇവരുടെ തലസ്ഥാനമായിരുന്നു. എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി ഈ കൊട്ടാരമാണ്. ദസറ ദിവസങ്ങളിൽ കൊട്ടാരം ദീപാലങ്കാരങ്ങളാൽ അലങ്കരിക്കുന്നത് ലോകപ്രശസ്തമായ കാഴ്ചയാണ്. മൈസൂർ പാലസിലെ കാഴ്ചകൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.